iOS 19 കുറേയധികം കിടിലം ഫീച്ചേഴ്സ് ആയിട്ട് വരാൻ പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ല, ഒഫീഷ്യലി ഭാരതേക്ക് ആപ്പിൾ പറയുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സത്യമായിട്ടും ആപ്പിൾ തന്നെ കൺഫേം ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. സോ ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. സോ ദിസ് ഇസ് ജെബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക. ഈ പറയാൻ പോകുന്ന എല്ലാ ഫീച്ചേഴ്സും ആപ്പിളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ന്യൂസ് റൂമിലായിട്ട് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ആണെന്ന് വെച്ചാൽ അല്ല എന്നാണ് ഉത്തരം. കാരണം ഇത് ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് ആണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. എന്താണ് ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ലോകത്ത് കുറച്ചധികം ഡിമാൻഡായിട്ട്, അല്ലെങ്കിൽ ഫിസിക്കലി ഡിമാൻഡായിട്ട്, അല്ലെങ്കിൽ മെൻ്റലി ഡിമാൻഡായ കുറേയധികം ആൾക്കാർ അല്ലെങ്കിൽ കൂട്ടുകാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അവർക്ക് ഈ ടെക്നോളജി യൂസ് ചെയ്യും. നമ്മൾ എങ്ങനെയാണ് ഫോൺ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ, അതേ എക്സ്പീരിയൻസിൽ തന്നെ അവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കുറേയധികം ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പ്രൗഡായിട്ട് പറയും, വേറെ ഒരു മൊബൈൽ കമ്പനിക്കാരും കൊണ്ടുവരാത്ത കുറേയധികം ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് എപ്പോഴും ആപ്പിൾ കൊണ്ടുവരാറുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ആപ്പിളിന് എത്രമാത്രം പ്രൈസും അതേപോലെ ഒരു വലിയൊരു ഫാൻ ബേസും ഉണ്ടാവാനുള്ള കാരണം. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് എല്ലാം നമുക്കും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒരു പുതിയ പ്രോട്ടോകോള് ആപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് സ്വിച്ച് കൺട്രോൾ. ഈ പറയുന്ന സ്വിച്ച് കൺട്രോൾ ശരിക്കും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാരുണ്ടാകും. അതായത് ഒട്ടും കൈയും കാലുകളും അനക്കാൻ പറ്റാതെ അവരുടെ ബോഡി എപ്പോഴും ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. അവർക്ക് ഫോൺ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ഒരു അഡീഷണൽ ആക്സസറീസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി കുറേയധികം കമ്പനികൾ ബ്രെയിനിൽ ഒരു ചെറിയ ഒരു സർജറി വഴി ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യും. ഇത് ഇവിടെ നമ്മുടെ ഇന്ത്യയിലും ചെയ്യുന്നുണ്ട്, കേരളത്തിലും കുറേയധികം ആൾക്കാർ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. സോ ഈ ഒരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, ഈ ഒരു ഇംപ്ലാന്റ് വേറൊരു കമ്പ്യൂട്ടറായിട്ട്, അതായത് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആ ഒരു കാര്യം കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റിയാണ് ഈ പറയുന്നത്. സോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബ്രെയിനിൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ബ്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് കുറേയധികം വേവ്സുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫ്രീക്വൻസിയും വേവുകളും എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഡിവൈസ് ക്യാപ്ചർ ചെയ്യും. ആ ഒരു ഡിവൈസ് അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ആപ്പോ അല്ലെങ്കിൽ ആ ഒരു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാസ്കോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു സെയിം ഫീച്ചർ ഐഫോണിലേക്കും വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ ഇംപ്ലാന്റുകളൊക്കെ വെക്കുന്ന കൂട്ടുകാർക്ക് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളൊരു ആപ്ലിക്കേഷൻ ഞാൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ യൂസ് ചെയ്യാൻ പറ്റും. അത് ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, നല്ലൊരു വലിയ കാര്യം തന്നെയാണ്. ബിക്കോസ് അവരും യൂസ് ചെയ്യണം, അവരും ഈ പറഞ്ഞ കട്ടിങ് എഡ്ജ് ടെക്നോളജി അവരുടെ കയ്യിലേക്ക് എത്തുമ്പോഴും അതേപോലെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കാര്യം ഞാൻ പേഴ്സണലി കേട്ടപ്പോൾ എനിക്ക് നല്ല രീതിക്കുള്ളൊരു ഒരു ഹാപ്പിനെസ്സും ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഫീലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. സോ അതേപോലെ നമുക്ക് എല്ലാവർക്കും സ്നേഹമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചിരിയും ഒരു സന്തോഷവും മനസ്സിൽ നല്ലൊരു കാര്യം എന്ന് തോന്നിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഫീച്ചറാണ് പേഴ്സണൽ വോയിസ് എന്ന് പറയുന്നത്. യെസ്, ഈ പറഞ്ഞ iOS 18 ഓൾറെഡി ആപ്പിൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഓപ്ഷനാണ് പേഴ്സണൽ വോയിസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ എന്താണ് മാറ്റം? കുറേയധികം എൻഹാൻസ്മെന്റ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണാനുള്ള കാരണം തന്നെ എന്താണ്? എൻ്റെ ശബ്ദമാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്ന എങ്ങനെയാണ്? എൻ്റെ ശബ്ദമാണ്. സോ എൻ്റെ ശബ്ദം എന്ന് പറയുന്നത്, എൻ്റെ മാത്രം ലോകത്തുള്ള എല്ലാവരുടെയും ശബ്ദം എന്ന് പറയുന്നത് യുണീക്കാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും അവരുടെ ശബ്ദം തന്നെയാണ്, അല്ലേ? ശബ്ദമില്ലാത്തവർക്ക് അതിൻ്റെ വില അറിയാൻ പാടുള്ളൂ. സോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ടെമ്പററി ആയിട്ടെങ്കിലും നമ്മുടെ സൗണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം ഈ പറഞ്ഞ ഐഫോൺ നമുക്ക് വേണ്ടി സംസാരിച്ചു തരും. അതാണ് പേഴ്സണൽ വോയിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻ, ആക്സസിബിലിറ്റി ഓപ്ഷൻ. ഇത് iOS 18 വന്നപ്പോൾ കുറേയധികം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഐഫോൺ ആ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിലേക്ക് ഐഫോൺ നമുക്ക് വേണ്ട സംസാരിച്ചു തരുള്ളൂ. പക്ഷെ അതിലും
കുറേയധികം ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷെ iOS 19 വരുമ്പോൾ AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ലാംഗ്വേജ് ആപ്പിൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി മുതൽ കുറേയധികം സ്റ്റെപ്സുകളൊന്നും ചെയ്ത് നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ട. മിനിമം 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പേഴ്സണൽ വോയിസ് സെറ്റപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ സൗണ്ട് ഒരു ടെമ്പററി ആയിട്ട് എന്തെങ്കിലും തൊണ്ടവേനയോ കാര്യങ്ങളോ എന്തെങ്കിലും വന്ന ടെമ്പററി ആയിട്ട് നമ്മുടെ ശബ്ദമില്ലെങ്കിൽ പോലും നമുക്ക് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റും. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യം തന്നെയാണ്. ഈ ഒരു ഹെഡ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ മസിൽസുകളും നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. റേസിംഗ് ഐബ്രോസ്, ഓപ്പൺ മൗത്ത്, സ്മൈൽ, സ്റ്റിക്ക് യുവർ ടങ് ഔട്ട് എന്നീ പറഞ്ഞ ഓരോ തലയിലെ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ഓരോ മസിൽസും യൂസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ആക്സസിബിലിറ്റി ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഓപ്ഷനാണ് നെയിം റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും മേ ബി സോഫി എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം റെക്കഗ്നിഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്ത് ആർക്കെങ്കിലും ഒരു ഡെഫോ അല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ട് ഹിയറിംഗ് ഇഷ്യൂ വല്ലതും വന്നിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആ ഒരു വ്യക്തിനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് കേൾക്കാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു നെയിം റെക്കഗ്നിഷൻ ഓൺ ആണെങ്കിൽ നമ്മുടെ ആരെങ്കിലും അമ്മയോ അച്ഛനോ ആരെങ്കിലും ആ ഒരു വ്യക്തിനെ വിളിക്കുമ്പോൾ ഫോണിൽ ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. സോ അവരെ വിളിക്കുന്നുണ്ടെന്ന് അവരുടെ ഫോൺ അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കും. കഴിഞ്ഞ എല്ലാ വട്ടവും നമുക്കൊരു സൗണ്ട് റെക്കഗ്നീഷൻ ആയിരുന്നു ആപ്പിൾ കൊണ്ടുവന്നത്. ഈ ഒരു വട്ടം നെയിം റെക്കഗ്നീഷനും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തൊരു ഫീച്ചറാണ് റീഡർ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഐഫോണിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. പക്ഷേ കണ്ണിന് കാഴ്ചക്കുറവോ അല്ലെങ്കിൽ ഹാർഡ് ടു സീ ആയിട്ട് നിൽക്കുന്ന കുറച്ച് കൂട്ടരുണ്ടാവും. ഇവർക്ക് ഇതേപോലൊരു ടെക്സ്റ്റ് പെട്ടെന്ന് വായിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇനി മുതൽ നമ്മുടെ iOS 19 ഇതേപോലെ ഒരു പുതിയ റീഡറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യവും കറക്റ്റായിട്ട് മാഗ്നിഫയർ യൂസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ടെക്സ്റ്റുകളും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് എൻലാർജ് ചെയ്യാം. അടുത്ത വരുന്ന ഫീച്ചറാണ് ആക്സസിബിലിറ്റി ന്യൂട്രീഷൻ ലേബൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആപ്പ് സ്റ്റോറിലെ ഒരു ന്യൂട്രീഷൻ ലേബലാണ്. നമുക്കറിയാം ഒരു സാധനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ന്യൂട്രീഷൻ ലേബിൾ നമ്മൾ നോക്കാറുണ്ട്. എത്ര പ്രോട്ടീൻ, എത്ര കാർബോഹൈഡ്രേറ്റ്സ്, എത്ര എനർജി എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇനി മുതൽ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് ആണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് ഫിറ്റ്നസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. വോയിസ് ഓവർ, ലാർജ് ടെക്സ്റ്റ്, റെഡ്യൂസ് മോഷൻ എന്നീ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരു ന്യൂട്രീഷൻ ലെവലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വരുന്ന ഓരോ പുതിയ ആപ്ലിക്കേഷനിലും ഇതേപോലെ ഒരു ന്യൂട്രീഷൻ ലേബൽ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് എന്തായാലും കുറേയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തൊരു ഓപ്ഷനാണ് ലൈവ് ലിസൺ എന്ന് പറയുന്നത്. ഈ ഒരു ഫീച്ചർ ഓൾറെഡി ഐഫോണിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ആപ്പിൾ വാച്ചിലേക്കും കൂടെ ആപ്പിൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ക്ലാസ്സോ അല്ലെങ്കിൽ മീറ്റിങ്ങോ ഉണ്ടെങ്കിൽ ലൈവായിട്ട് അതിൻ്റെ ഫുൾ ലിസണിങ്ങും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഈ പറഞ്ഞ മീറ്റിങ്ങിൻ്റെ ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ മീറ്റിംഗ് ടെക്സ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ടും ഇനി മുതൽ ഈ പറയുന്ന ലൈവ് ലിസണിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത വന്ന മെയിൻ 2 കാര്യങ്ങളാണ് ഈ പറഞ്ഞ ആക്സസിബിലിറ്റി ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത്. ആപ്പിൾ ഈ ഒരു ഷോർട്ട് കട്ട് ഇപ്പോൾ റിലീസ് ചെയ്യേണ്ട iOS 19 ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഒന്നാമത്തെ ഈ ഒരു ഷോർട്ടാണ് ഹോൾഡ് ദാറ്റ് തോട്ട് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ചില ഐഡിയാസ് വരുമ്പോൾ ആ ഒരു ഐഡിയാസ് എഴുതി വെക്കാനായിട്ട് പറയും. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഐഡിയ നമ്മൾ മറന്നു പോകാറുണ്ട്. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആപ്പിൾ ഈ ഒരു ഓപ്ഷൻ സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ADHD അതേപോലെ ഏതെങ്കിലും ന്യൂറോളജിക്കലായ പ്രോബ്ലംസ് ഉള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ്. കാരണം അവർക്കും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സ്പോണ്ടേനിയസ് ഐഡിയാസ് വരും, അതിനുശേഷം അതവർ മറന്നുപോകും. സോ ആ ഒരു ഐഡിയ ഫോണിൽ തന്നെ അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷോർട്ട് കട്ട് ടാപ്പ് ചെയ്യാം. നമുക്ക് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്, ക്യാപ്ചർ ആൻഡ് റീകോൾ. ഈ പറഞ്ഞ ക്യാപ്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ക്യാപ്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ 5 സെക്കൻഡിലും ഈ പറയുന്ന ഫോൺ നമ്മുടെ ആ ഒരു സ്ക്രീൻ ഷോട്ട് എടുക്കും.
ഈ പറഞ്ഞ 5 സെക്കൻഡ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന പോലെ ഈ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അവർക്ക് ആ ഒരു ടൈം കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു 5 സെക്കൻഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആപ്പിൾ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഈ ഒരു ഓക്കെ കൊടുത്തു. ഇനി 5 സെക്കൻഡ് കഴിയുമ്പോൾ എൻ്റെ സ്ക്രീൻഷോട്ട് തന്നെ എടുക്കും. ഞാൻ നേരെ നമ്മുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. ഞാനിപ്പോൾ ഇത് വാട്ട് ആർ യു ഡൂയിങ്, ഞാൻ വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയുമ്പോൾ ഗോയിങ് ടു evica.com എന്ന് ടൈപ്പ് ചെയ്തു, ഡൺ കൊടുത്തു. എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. ഫോർ വാൾ പേപ്പേഴ്സ് എന്ന് ഞാൻ കൊടുത്തു, ഡൺ കൊടുത്തു. ഞാൻ സഫാരിയിൽ പോയി ഈ പറഞ്ഞ ഓപ്ഷൻ നോട്ടിലേക്ക് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾവേസ് അലോ കൊടുത്തു. ആ ഒരു കാര്യം ഇപ്പോൾ ഞാൻ എന്തൊക്കെ സ്ക്രീൻഷോട്ടാണ് വരുന്നത് കൊടുത്തിട്ടുണ്ട്, അതും അലോ കൊടുത്തു. അത് ഓൾറെഡി ഈ പറയുന്ന നോട്ട്സിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ നോട്ട്സ് ആപ്പിലേക്ക് പോകാം. നോട്ട്സ് ആപ്പിലേക്ക് പോകുമ്പോൾ പുതിയ ആ ഒരു ഹോൾ ദാറ്റ് തോട്ട് എന്ന് ടൈമും ഡേറ്റും കൊടുത്ത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, ഇവിടെ ഞാൻ കൊടുത്ത ആ ഒരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ എന്തിനു വേണ്ടിയാണ് ആ ഒരു പ്രോംപ്റ്റ് നോക്കിയെന്നും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം കാര്യം തന്നെ എനിക്ക് ഷോർട്ട് കട്ട് ആപ്പിൽ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് ടാപ്പ് ചെയ്യുമ്പോൾ റീകോൾ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോഴും വരുന്നുണ്ട്. സെയിം ആ ഒരു നോട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ തോട്ടുകളും ഇതേപോലെ അവർക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും വണ്ടർഫുള്ളായ ഒരു കാര്യം തന്നെയാണ്. അടുത്ത വരുന്നതാണ് ആപ്പിൾ വിഷൻ പ്രോവിൻ്റെ ഒരു ആക്സിബിലിറ്റി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അത് ടാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും വിഷൻ, ഹിയറിംഗ്, മൊബിലിറ്റി എന്നീ പറഞ്ഞ കുറേയധികം ഓപ്ഷൻസ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിഷൻ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്തു. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് അതിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷന് വേണ്ടിയുള്ള കറക്റ്റ് അസസ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ നോക്കുകയാണ്, സെൻസിറ്റിവിറ്റി ടു ലൈറ്റ് എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കണ്ടീഷൻസ് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് മോർ എന്ന ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഫിനിഷ് കൊടുക്കാം. ഫിനിഷ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ നോട്ടിലേക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആക്സിബിലിറ്റി ഫീച്ചറിൻ്റെ നോട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം ഓപ്ഷൻസ് ഉള്ള അല്ലെങ്കിൽ കുറേയധികം റിപ്പോർട്ടുള്ള ഒരു ആക്സിബിലിറ്റി റിപ്പോർട്ട് ഈ പറയുന്ന വിഷന് വേണ്ടി എനിക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ വിഷൻ പ്രോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ആക്സിബിലിറ്റി ഫീച്ചേഴ്സ് വേണമെങ്കിൽ ആ ഒരു ഫുൾ ഫീച്ചേഴ്സിൻ്റെ ഗൈഡൻസും ഇവിടെ ആപ്പിൾ കൊടുക്കുന്നുണ്ട്. സോ ഈ 2 ഷോർട്ട് കട്ടും ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തൊരു ഫീച്ചറാണ് മോഷൻ ക്യൂ ഓൺ മാക്ബുക്ക് എന്ന് പറയുന്നത്. യെസ്, ഐഫോണിൽ ഓൾറെഡി മോഷൻ ക്യൂ നമുക്കുള്ളതാണ്. ഈ പറഞ്ഞ മോഷൻ സിക്നെസ് കുറേയധികം ആൾക്കാർക്ക് അവരുടെ ജേണി അല്ലെങ്കിൽ അവരുടെ ട്രാവലിംഗ് ചെയ്യുമ്പോൾ അവരുടെ ഹാപ്പിനെസ് കുറേയധികം കുറയ്ക്കാനായിട്ടുള്ള പ്രശ്നമാണ്. കാരണം അവർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും, അല്ലെങ്കിൽ അവർക്ക് വേറൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, അവർക്ക് ബുക്ക് വായിക്കാൻ പറ്റില്ല, അവർക്ക് സിനിമ കാണാൻ പറ്റില്ല. അങ്ങനെ കുറേയധികം ബുദ്ധിമുട്ടുകളാണ് ഈ പറഞ്ഞ മോഷൻ സിക്നെസ് കാരണം കുറേയധികം ആൾക്കാർ അനുഭവിക്കുന്നത്. സോ ഐഫോണിൽ കൊണ്ടുവന്നപ്പോൾ അത് കുറേ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്തു. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, പേഴ്സണലി എനിക്കറിയാവുന്ന ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്തും ചോദിച്ചപ്പോഴും അവർ വണ്ടർഫുൾ എന്ന് തന്നെയാണ് പറഞ്ഞത്. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പോലും പറഞ്ഞത് ഈ ഒരു ഫീച്ചർ ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെയാണ്. കാരണം കുറേയധികം കൂട്ടുകാർക്ക് ഈ മോഷൻ സിക്നെസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതേ ഓപ്ഷൻ തന്നെ മാക്ബുക്കിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി ലൈനപ്പിൽ മാക്ബുക്കിനെ വെല്ലാനായിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റ്സ്, നിങ്ങളുടെ വർക്കിംഗ് എല്ലാ കാര്യങ്ങളും ഓൺ ഗോയിങ് ട്രാവലിംഗ് തന്നെ ഈ പറയുന്ന ട്രെയിനിലായിക്കോട്ടെ, ബസ്സിലായിക്കോട്ടെ, ഫ്ലൈറ്റിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഈ പറഞ്ഞ ട്രാവലിംഗ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ മാക്ബുക്കിലേക്കും മോഷൻ ക്യൂ എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അടുത്തൊരു ഫീച്ചറും ഇതേപോലെ മാക്കും ഐഫോണും വെച്ചുകൊണ്ടുള്ള മാഗ്നിഫയർ ആണ്. എന്താണ് മാഗ്നിഫയർ റീഡേഴ്സിൻ്റെ ഏറ്റവും വലിയ ഉപകാരം? കുറേയധികം ക്ലാസ്സുകളും സെമിനാറുകളും നമ്മൾ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാറുണ്ട്. അത് ഓൺലൈൻ ആയിരിക്കും. പക്ഷേ ഓഫ്ലൈനായിട്ട് ഒരു 10-100 പേരുണ്ടാവുന്ന ഒരു റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലാസ് എടുക്കുകയാണ് അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിക്ക് ഈ പറഞ്ഞ കണ്ണിന് കുറച്ചധികം കാഴ്ചക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് അറ്റത്തേക്കുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. സ്പെക്സും കാര്യങ്ങളുണ്ടാവാം, പക്ഷെ അവർക്ക് അത്ര സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ഐഫോൺ യൂസ് ചെയ്തുകൊണ്ട് മാഗ്നിഫയേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാം. ആൻഡ് ആ എല്ലാ കാര്യങ്ങളും ഐഫോണിൽ വലുതായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടും കാണാൻ പറ്റും. അതും കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാർക്ക് ഓരോ കളേഴ്സ് തരം തിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാനും പറ്റും. സോ ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് മാക്കിൽ ഇനി മുതൽ മാഗ്നിഫയേഴ്സും റീഡേഴ്സും ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിക്ക് 10-100 പേരുള്ള ക്ലാസ്സിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് നോട്ട്സുകളും ബാക്കി കാര്യങ്ങളും ആക്സസ് ചെയ്യാം. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് iOS 19 വരുന്ന ഒരു ഓപ്ഷനല്ല, ഓൾറെഡി ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്ത ഒരു കാര്യമാണ്. എന്താണെന്നല്ലേ, ഇറ്റ്സ് കോൾഡ് ആപ്പിൾ മ്യൂസിക് തെറാപ്പി.
യെസ്, ആപ്പിളിൻ്റെ മ്യൂസിക് തെറാപ്പി എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ പ്ലേലിസ്റ്റുകൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് ക്യൂറേറ്റഡ് അല്ലെങ്കിൽ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറച്ചധികം പ്ലേലിസ്റ്റാണ്. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞത്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല ഉറക്കം, അതോടൊപ്പം റിലാക്സ് ആവാൻ പറ്റുന്ന കുറച്ചധികം നല്ല സമയം, ആൻഡ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട കുറച്ചധികം സമയം. ഇത് മൂന്നും പ്രൊഡക്റ്റീവായിട്ടും നല്ല രീതിക്ക് നമുക്ക് യൂസ്ഫുൾ ആവണം. കറക്റ്റാണ്, ഉറക്കവും നല്ല രീതിക്ക് നമുക്ക് യൂസ്ഫുൾ ആവണം. കാരണം ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലവാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. സോ ഓരോ കാര്യത്തിന് വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് പ്ലേലിസ്റ്റ് ആപ്പിൾ ഈ പറയുന്ന ഇത്ര ഹെഡ്സ് അല്ലെങ്കിൽ ഈ സെലക്റ്റഡ് ആയ വേവ് ലെങ്ത്തിൽ നല്ല സൗണ്ടും നല്ല കറക്റ്റായിട്ടുള്ള ബീറ്റ്സും കൊണ്ടുവരുന്ന ഒരു 3 പ്ലേലിസ്റ്റാണ് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്. ഇതിൽ കുറേയധികം മ്യൂസിക്സ് ഉണ്ട്. പേഴ്സണലി ഞാൻ കേട്ട് നോക്കി, എനിക്കും ഈ പറഞ്ഞ സ്ലീപ്പിൽ കുറേയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതായത് പെട്ടെന്ന് ഉറങ്ങാനായിട്ടല്ല, നമുക്ക് നമ്മുടെ ഉറക്കത്തിലേക്ക് പോകാനുള്ള ആ ഓരോ കാര്യങ്ങളും ഈ ഒരു മ്യൂസിക്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ആപ്പിൾ മ്യൂസിക് യൂസർ ആണെങ്കിൽ എന്തായാലും ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഞാൻ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. സോ ഇന്ന് ഈ പറഞ്ഞ iOS 90 വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് യബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.